കേരള സർവകലാശാല ആസ്ഥാനം കലാപകലുഷിതമാണ്. SFI പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നീക്കാൻ ശ്രമിക്കുകയാണ്. അത്യന്തം അപകടകരമായ ഒരു ക്രമസമാധാന പാലന ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് സർവകലാശാല കെട്ടിടത്തിന് ഉള്ളിൽ നടക്കുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി SFI പ്രവർത്തകർ വിവിധ വാതിലുകളിലൂടെയും ജനലുകളിലൂടെയും ഇരച്ചു കയറുകയായിരുന്നു സർവകലാശാല ആസ്ഥാനത്തേക്ക്. അവിടെ വെച്ച് പോലീസുമായി പല ഘട്ടങ്ങളിൽ ഉന്തും ഉണ്ടാകുന്നു. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ സുരക്ഷാ പിഴവ് വീഴ്ചയുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്. അത്യന്തം അപകടകരമാണ്. ചെറിയ ഇടനാഴികളിലൂടെ പടിക്കെട്ടുകളിലൂടെ ഇത്രയധികം വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക, അതിൻ്റെ ഉന്തും തള്ളും കയ്യാങ്കളിയും ഉണ്ടാകുന്നുണ്ട്. കേരള സർവകലാശാല ആസ്ഥാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി ഗവർണർ സർക്കാർ പോര് എന്നത് VC SFI പോര് എന്ന തലത്തിലേക്ക് മാറിയിരുന്നു. ഹൈക്കോടതി ഇടപെടൽ ഉൾപ്പെടെ പ്രതീക്ഷിച്ചതിന് ഇടയിലാണ് കൂടുതൽ ഏറ്റുമുട്ടൽ സ്വഭാവത്തിലേക്ക് സർവകലാശാലയിലെ അന്തരീക്ഷം മാറിയത്. അതിന് പിന്നാലെ VCക്കെതിരായ വലിയ പ്രതിഷേധം, SFIയുടെ ഭാഗത്ത് വീണ്ടും സംഘർഷം ഉണ്ടാവുകയാണ്. സർവകലാശാല ആസ്ഥാനത്ത് അന്തരീക്ഷം ഇപ്പോഴും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് ബലം പ്രയോഗിച്ച് നീക്കാൻ പോലീസ് ശ്രമകരമായ ജോലിയിൽ ഏർപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, സർവകലാശാലയ്ക്കുള്ളിലെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഏറ്റുമുട്ടൽ പലയിടത്ത് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസിന്റെ ശ്രമം എത്രത്തോളം വിജയിക്കുന്നുണ്ട്? രതീഷ്, സർവകലാശാല ആസ്ഥാനത്തെ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒന്നാം നിലയിൽ VCയുടെ ഓഫീസിന് മുന്നിൽ വലിയ സംഘർഷം ഇപ്പോഴും നടക്കുന്നു. ഇവിടെ SFI പ്രവർത്തകർ തടിച്ചുകൂടി തന്നെ നിൽക്കുകയാണ്. VCയുടെ ഓഫീസ് ഇരിക്കുന്ന ഇടനാഴിയിലേക്ക് പ്രവേശിക്കാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. അത് പ്രതിരോധിക്കുകയാണ് പോലീസ്. വൈകിയെങ്കിലും പോലീസ് ഇപ്പോൾ ആക്ഷൻ തുടങ്ങിയിരിക്കുന്നു. ഈ പ്രവർത്തകരെ നീക്കം ചെയ്യാൻ, പണിപ്പെട്ട് നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു ബലപ്രയോഗമോ ലാത്തിചാർജോ ഉണ്ടായാൽ അത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കാനുള്ള കരുതലിലാണ് ഈ ഇടനാഴിയിൽ നിന്ന്, ഒന്നാം നിലയുടെ ഇടനാഴിയിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് പൂർണ്ണമായും പോലീസ് കൺട്രോൾ ഏറ്റെടുത്തു. എന്നിട്ട് അവിടെ നിന്ന് പ്രവർത്തകരെ ഒന്നൊന്നായി ബലം പ്രയോഗിച്ച് താഴേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. അതിനിടയിൽ വനിതാ പ്രവർത്തകർക്ക് അടക്കം പരിക്കേൽക്കുന്നുണ്ട്. പോലീസിന് നേരെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന്, SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. പോലീസിനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ആവശ്യം ആ ഇരുമ്പ് വാതിൽ തള്ളി തുറന്ന്, ആ അഴിയിട്ട വാതിൽ തള്ളി തുറന്ന് VCയുടെ ഓഫീസിനുള്ളിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിലിനി ആ ഒരു വാതിൽ കൂടി കടന്നാൽ അവർ VCയുടെ ഓഫീസിലേക്ക് എത്തും. അത്രത്തോളം അടുത്താണ് അവരുടെ സമരം നടക്കുന്നത്. പോലീസ് ബലപ്രയോഗം തുടരുകയാണ്. അവരെ ബലം പ്രയോഗിച്ച് താഴേക്ക് കൊണ്ടുപോവുകയാണ്. ഏതായാലും സർവകലാശാല കെട്ടിടത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം SFI പ്രവർത്തകർ ഏറ്റെടുത്തു. പോലീസ് ഉയർത്തിയ വലിയ സുരക്ഷാ വെള്ളത്തിലായി. പ്രവർത്തകരാണോ ആ ഭാഗത്തേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഭാഗത്തിന്റെ നിയന്ത്രണം ഇപ്പോഴും പ്രവർത്തകരുടെ കയ്യിൽ തന്നെയല്ലേ? രതീഷ്, ഇതിൽ വൈസ് ചാൻസലറുടെ ഓഫീസ് മുറിയിൽ വിദ്യാർത്ഥികൾ കയറിയിട്ടില്ല, SFI പ്രവർത്തകർ കയറിയിട്ടില്ല എന്ന് സാങ്കേതികമായി പറയാവുന്നേ ഉള്ളൂ. ഏതായാലും VCയുടെ ഓഫീസിന്റെ ഉപരോധം അവർ നടത്തും എന്ന് പറഞ്ഞത്, ആ കാര്യത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു. കാരണം VCയുടെ ഓഫീസിന്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഉന്തും തള്ളും നടക്കുന്നത്. ഇനി VCയുടെ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ഒരു ഇരുമ്പ് വാതിലും ഒരു ഇടനാഴിയും മാത്രമേ ഉള്ളൂ. ഒന്നാം നിലയിൽ VCയുടെ ഓഫീസിന് മുന്നിൽ വരെ ഈ സമരം എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതിന് പോലീസ് ഉയർത്തിയ എല്ലാ പ്രതിരോധവും SFI പ്രവർത്തകർ തകർത്ത് തരിപ്പണമാക്കി അതിനുള്ളിലേക്ക് കടന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഏതൊക്കെ ദ്വാരങ്ങളുണ്ടോ അതുവഴിയെല്ലാം SFI പ്രവർത്തകർ പ്രവേശിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ പോലീസ് പ്രധാന ഗേറ്റിലും കെട്ടിടത്തിന്റെ വാതിലിന് മുന്നിലും പ്രതിരോധം ഉയർത്തിയെങ്കിലും ചിതറിയോടിയ പ്രവർത്തകർ സർവകലാശാലയുടെ 4 വാർഡും കിട്ടിയ വാതിലിലൂടെയും ജനലിലൂടെയും ഒക്കെ അകത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അങ്ങനെ നൂറുകണക്കിന്, പുറത്തു നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ സർവകലാശാലയ്ക്ക് അകത്ത് കടന്നു. ഇപ്പോൾ ഈ VCയുടെ ഓഫീസിന് മുന്നിൽ നിന്ന് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടാകുന്ന ബഹളവും പ്രതിഷേധവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ താഴെ കൊണ്ടുവരുമ്പോൾ അവിടെ പ്രവർത്തകർ പോലീസിന് നേരെ കയർക്കുന്നു, പോലീസിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസിന് ഒരു ലാത്തിചാർജ് പോലുള്ള ആക്ഷനിലേക്ക് പോകാൻ നിർവാഹമില്ല. കാരണം ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥിതി ഉണ്ടായാൽ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഇപ്പോൾ തന്നെ ഈ ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്യുന്നത് തന്നെ വലിയ അപകടകരമാണ്. കാരണം